തിരക്കഥാകൃത്ത് ശ്രീ വിനു കിരിയത്ത് കൂടി ചേരുകയാണ്. ശ്രീ വിനു, ഞാൻ നേരത്തെ വിയാനോട് ചോദിച്ചിരുന്നത് ഈ സിനിമ നമുക്കറിയാം ഒരുപക്ഷെ മറ്റേത് മാധ്യമത്തെക്കാളും കലാരൂപത്തെക്കാളും മനുഷ്യനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന കലാരൂപം സിനിമയാണ്. അത് ചരിത്രം പരിശോധിച്ചാലും മറ്റൊന്നല്ല എന്നത് വ്യക്തമാകും. സിനിമകൾ എപ്പോഴും യൂത്താണ് ആഘോഷമാക്കി മാറ്റാറുള്ളത്. അത് പലപ്പോഴും യൂത്തിനെ കുറിച്ചുള്ള പ്രമേയങ്ങൾ തന്നെ ആകണമെന്നില്ല. ഇപ്പോൾ പക്ഷേ അടുത്ത കാലത്തൊക്കെ ഇറങ്ങുന്ന പല സിനിമകളുടെയും കഥാബീജം എന്നത് ഈ കലാലയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അത്തരം സിനിമകളൊക്കെ മലയാളത്തിൽ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ യുവജനോത്സവം പോലെയൊക്കെയുള്ള പല സിനിമകളുണ്ട്. അല്ലെങ്കിൽ റാഗിംഗ് എന്നത് പ്രധാനപ്പെട്ട കണ്ടന്റ് ആയിട്ടുള്ള സിനിമകളുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ക്യാമ്പസുകളെ കുറിച്ച് കാണിക്കുമ്പോൾ, വിദ്യാർത്ഥികളെ കുറിച്ചൊക്കെ കാണിക്കുമ്പോൾ അതിലെപ്പോഴും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ ഒരു റോൾ ഉണ്ടാകുന്ന തരത്തിലാണ്. അതാകട്ടെ ഒരു പബ്ലിക്കായി ഇതെല്ലാം കുട്ടികൾ ചെയ്യുന്നു എന്ന നിലയിലാണ് ഈ സിനിമകൾ അവതരിപ്പിക്കപ്പെടുന്നത്. എന്തായാലും നമ്മൾ ഈ ചർച്ച നടത്തുന്നതിന് തൊട്ടു മുമ്പാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രേംകുമാറിന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് തന്നെ മനുഷ്യന്റെ വന്യത ഉണർത്തുന്ന സിനിമകൾ അത് അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്നു എന്നാണ്. സെൻസറിങ് മറികടന്ന് പൈശാചികത അവതരിപ്പിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം സിനിമാ മേഖലയിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന ഒരാൾ ആണ്. അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഇതിൽ പരിമിതിയുണ്ട് ചലച്ചിത്ര അക്കാദമിക്ക്, എങ്കിലും ഇടപെടാൻ ശ്രമിക്കുമെന്ന്. അതായത് ഇടപെടേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് സിനിമാ മേഖലയിലുള്ളവർക്ക് തോന്നുന്നുണ്ടല്ലോ ശ്രീ വിനു കിരിയത്ത്. ഇവിടെ സിനിമ കൊണ്ട് നന്നാവാനും പറ്റും, ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ രാജ്യത്ത് നടത്തിരിക്കുന്ന പ്രധാനപ്പെട്ട കൊലപാതകങ്ങളെല്ലാം സിനിമ കണ്ടിട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഗാന്ധിജി വധവും ഇന്ദിരാഗാന്ധിയെ വധിച്ചതും രാജീവ് ഗാന്ധിയെ വധിച്ചതൊന്നും മാർക്കോ കണ്ടിട്ടല്ല. ഒരു പരിധിവരെ വയലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം ഇത് ക്യാമറ ട്രിക്കാണെന്നും ഈ ബ്ലഡ് എന്ന് പറയുന്ന ആർട്ട് ഡയറക്ടേഴ്സ് ഉൾപ്പെടെ ഉള്ളവർ ചെയ്തു കൊടുക്കണമെന്നൊക്കെ. പക്ഷേ ലഹരി കാണിക്കുന്നതിനെ കുറിച്ച് ആരും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. സിനിമയിലെ ലഹരി എത്രമാത്രം ചെറുപ്പക്കാരെ ബാധിക്കുന്നുണ്ടെന്ന് നമുക്കറിയാമല്ലോ. താങ്കൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു സ്കൂൾ കുട്ടികളുടെ ഇന്നിപ്പോൾ ഒരു സെൻഡ് ഓഫിനകത്ത് ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് കഴിച്ചു എന്ന്. നോക്കൂ, 2024 ജനുവരി ഫെബ്രുവരി 2 മാസത്തിനകത്ത് 14 കൊലപാതകങ്ങൾ നടത്തിയത് 22 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? എന്തുകൊണ്ട്? നോക്കൂ, ബസ് സ്റ്റോപ്പുകളിലായാലും ട്യൂട്ടോറിയലിന്റെ മുമ്പിലായാലും അടികൂടുന്ന മുഴുവൻ സ്കൂൾ പിള്ളേരാണ്. പണ്ട് മുതിർന്നവർ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് കൊച്ചു കുട്ടികൾ ചെയ്യുന്നത് അവർ മാർക്കോ കണ്ടിട്ടാണോ? അല്ലല്ലോ. ലഹരിക്കടിമയുണ്ട്. ടി.പി. ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി ഇപ്പോൾ മാർക്കോ റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു സിനിമയെ മാത്രം നമ്മൾ ഇത് ചെയ്യാതെ നോക്കൂ. അവിടെ ഞാൻ ഇടപെടുന്നത് താങ്കളെ തടസ്സപ്പെടുത്തുകയല്ല. താങ്കൾ ഈ പറയുന്ന മഹാത്മാഗാന്ധിയുടെ വധമാകട്ടെ അല്ലെങ്കിൽ ടി.പി. ചന്ദ്രശേഖരൻ കൊലപാതകമാകട്ടെ അവിടെയൊക്കെ പ്രായം ചെന്നവർ ആണ് പ്രതിപ്പട്ടികയിലേക്ക് വരുന്നത്. ഇതിപ്പോൾ ഇതാ ഈ കലോത്സവങ്ങൾ, അതായത് ഇന്റർസോൺ കലോത്സവങ്ങളിൽ പൊരിഞ്ഞടിയായിരുന്നു. അതായത് വേദിയിൽ കലാവിരുന്ന് അവതരിപ്പിക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ ഓരോ സോണിലും പൊരിഞ്ഞ അടി നടക്കുന്നു. ഈ സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഗ്യാങ് ചേർന്നുകൊണ്ട് അടി നടത്തുന്നു. തൃശ്ശൂരിൽ കത്തിക്കുത്തിൽ കേസിൽ പ്രതികളായിട്ടുള്ളവരെല്ലാം ഏതാണ്ട് 15-14 വയസ്സ് പ്രായം വരുന്നവരാണ്. കോഴിക്കോട് ഇപ്പോൾ ഈ തുടക്കത്തിൽ നമ്മൾ കാണിച്ചത് ഒരു 10ാം ക്ലാസ്സുകാരനായ കുട്ടിയുടെ അച്ഛൻ്റെ രോദനമാണ്. അവിടെ തലക്കടിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണോ ഈ സിനിമയിൽ കാണുന്നത് അതിൻ്റെ ഒരു തനിയാവർത്തനം പോലെ നമുക്ക് പലപ്പോഴും തോന്നുകയാണ് ശിവിനു. ഇല്ല, പണ്ടും എൻ്റെയൊക്കെ മനസ്സിൽ ഏറ്റവും കൂടുതൽ എന്നെ ഒരു കുറേ നാളിങ്ങനെ മനസ്സിൽ വേദന കൊണ്ടിരുന്നാണ് ബില്ല രംഗ എന്ന് പറയുന്ന ഗീത എന്ന് പറയുന്ന ഒരു കുട്ടിയെയും ഒരു ചോപ്രയും കൊന്ന കേസ്. എൻ്റെ കുട്ടിക്കാലത്താണത്. ആ കുട്ടികളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഇന്നും എനിക്ക് അവരുടെ പേര് പോലും ഓർമ്മയുണ്ട്. ബില്ല രംഗ 2 ക്രൂരന്മാരായ ചെറുപ്പക്കാരായിരുന്നു. നോക്കൂ, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നമ്മളിവിടെ ഒരു നഴ്സിംഗ് കോളേജിനകത്ത് അതിക്രൂരമായി ഒന്നാലോചിക്കണം, കോമ്പോസിറ്റ് ദേഹം മുഴുവൻ കുത്തി, എന്നിട്ട് അതിൻ്റെ പുറത്തൂടെ ലോഷൻ ഒഴിച്ചിട്ട് വാ അടച്ചു കെട്ടിയിട്ട് പറയാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ ഡമ്പൽ കൊണ്ട് ഇടിക്കുന്ന അത്രയും ക്രൂരത സിനിമ കണ്ടിട്ടല്ല. അത് ലഹരി തന്നെയാണ്. നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ലഹരി എങ്ങനെ ഈ നാടിനെ നശിപ്പിക്കുന്നു, യുവത്വം എങ്ങനെ നശിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, അതുപോലെ തന്നെ ബസ്സിനകത്ത് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഓട്ടിച്ചിട്ട് കുറെ പേരിച്ചതിൽ ഏറ്റവും മൈനറായിട്ടുള്ളൊരു പയ്യനാണ് കമ്പിപ്പാരയെടുത്ത് അവളുടെ എന്താ പറയണ പറയാൻ പോലും എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ട്. അത്ര സ്വകാര്യ ഭാഗത്ത് കുത്തിക്കയറ്റിയവൻ മൈനർ ആണെന്നുള്ള പേരിൽ ഇന്ന് അവൻ പുറത്തിറങ്ങി നടക്കുകയാണ്. അപ്പോൾ നോക്കൂ, ഈ ഇവിടെ നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ ഇന്ന് വിരൽത്തുമ്പിൽ നമ്മുടെ കയ്യിൽ എങ്ങനെ കൊല്ലാം, എങ്ങനെ പ്രേമിക്കാം, എങ്ങനെ മോട്ടിക്കാം, സകലത് നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. ഒരു മൊബൈൽ ഓൺ ചെയ്ത് വെച്ചാൽ മതി. അതിന് സിനിമ കാണണമെന്നില്ല. മാടത്തൊരു കൊലക്കേസ് എന്ന് പറഞ്ഞിട്ട് പണ്ട് മറിയക്കുട്ടി എന്നൊരു പെൺകുട്ടിയെ പത്തനംതിട്ട ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു കൊന്നത് 2 സിനിമ വന്നിട്ടുണ്ട്.
സിനിമയിൽ നിന്ന് അങ്ങോട്ടായതുപോലെ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, മാടത്തരുവി കൊലക്കേസ് സിനിമയാക്കിയതാണ്, അല്ല സിനിമയിൽ നിന്ന് വന്നതല്ലോ. കുഞ്ചാക്കോ ഡയറക്ട് ചെയ്ത ഒരു പടം മാടത്തരുവി കൊലക്കേസ്, PA ജോസഫ് ചെയ്തോ മാനത്തരുവി കൊലക്കേസ്, അങ്ങനെ 2 പടം ഒരേ സബ്ജക്ട് വന്നു. CBI ഡയറി കുറിപ്പ് ഞാൻ ചോദിക്കട്ടെ, സിനിമ കണ്ടിട്ട് സംഭവിച്ചതാണോ നേരിട്ട് സംഭവിച്ചതാണോ? അഭയ കേസ് സിനിമ കണ്ടിട്ട് സംഭവിച്ചതാണോ? സംഭവത്തെ സിനിമയാക്കിയതാണ്. ഏറ്റവും കൂടുതൽ സംഭവങ്ങൾ സിനിമയാക്കിയതാണ് SN സ്വാമിയേട്ടന്റെ സിനിമകളെല്ലാം നമ്മുടെ റിയൽ ഇവിടെ സംഭവിച്ച കാര്യങ്ങളാണ്. AK സാജൻ, AK സന്തോഷിന്റെ ഒരു സിനിമയുണ്ട് വയലൻസ്, ഞാൻ സെൻസർ ചെയ്ത പടമായിരുന്നു. പക്ഷെ അത് ചാനലുകളിൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ റീസെൻസർ എന്നിട്ട് സ്റ്റോപ്പ് വയലൻസ് എന്ന് പറഞ്ഞു. എന്നിട്ട് പോലും എൻ്റെ നല്ല സുഹൃത്തുക്കളാണ് സാജനും സന്തോഷും. പക്ഷെ ഞങ്ങൾ അന്ന് അത് സെൻസർ കൊടുത്തില്ല. ഈ ഉണ്ണി മുകുന്ദന്റെ ഈ പർട്ടിക്കുലർ സിനിമയ്ക്ക് സെൻസർ ബോർഡ് കൊടുത്തതാണ്. അവിടെ ആ നിർമ്മാതാവിനെ കുറ്റമിട്ടുകൾ അയാളെ സംബന്ധിച്ചോളം ഇതൊരു പക്ക ബിസിനസ് ആണ് സിനിമ എന്നുള്ളത്. പണ്ടാണ് നമ്മൾ സിനിമ കല എന്നൊക്കെ പറയുന്നത്, സിനിമ ബിസിനസ് ആണ്. അയാൾക്ക് അത് 100 കോടി കൂടുതൽ കിട്ടിയെങ്കിൽ അത് തന്നെയാണ് അവർ ആഗ്രഹിച്ചത്. അതിനെ അഭിനന്ദിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം സെൻസർ കൊടുത്തതാണ്, അതിന് ഇവരെ കുറ്റമല്ല. നമ്മുടെ നിയമം മാറ്റണം. സീരിയലിന് സെൻസർ ഇല്ല, OTTക്ക് സെൻസർ ഇല്ല, സിനിമയ്ക്ക് സെൻസർ ഉണ്ട്. ഇതെന്താണ്? വീട്ടിലാണ് നമ്മൾ TV ഇരുന്ന് കാണുന്നത് OTT, അതിന് സെൻസർ വേണ്ടെന്ന് പറഞ്ഞാൽ എന്ത് നിയമമാണ്? അപ്പൊ പ്രേംകുമാർ പറഞ്ഞതുപോലെ, പ്രേംകുമാർ ഫസ്റ്റിൽ എൻഡോസൾഫാൻ എന്ന് പറഞ്ഞത് സീരിയലുകളെയാണ്. അത് സിനിമയിലേക്കും വന്നെങ്കിൽ നമ്മുടെ നിയമങ്ങൾ മാറ്റി എഴുതൂ. ഇത്തരം സിനിമകൾ കട്ട് ചെയ്യാനാണല്ലോ സെൻസർ ബോർഡിൽ മെമ്പേഴ്സിനെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. അവരെന്തുകൊണ്ട് കട്ട് ചെയ്തില്ല? അതിന് ഉണ്ണി മുകുന്ദനെയോ അല്ലെങ്കിൽ മാർക്കോ സിനിമയോ അല്ല നമ്മൾ പറയേണ്ടത്. നമ്മുടെ പ്രവണതകൾ മാറ്റൂ. ജയിലിൽ പോലും കണ്ടില്ലേ നമ്മളിപ്പോ കാണുന്ന കാഴ്ചകൾ എന്താണ്? ജയിലിൽ ഒരു വനിത മറ്റൊരു വനിതയെ മർദ്ദിക്കുന്നത്, ഇതൊക്കെ നമ്മൾ സിനിമകളിൽ കാണുന്ന പുരുഷന്മാർ ചെയ്തുകൊണ്ടിരുന്നതാണ്. കാലം മാറി. അപ്പൊ ഇതിനെല്ലാം നമ്മുടെ നിയമങ്ങൾ. പിന്നെ എന്തുകൊണ്ട് ഇതെല്ലാം എല്ലാവരും ചെയ്യുന്നു? ഇന്ന് ജയിലിൽ സുഖവാസമാണ്. തിങ്കളാഴ്ച ഫിഷ്, ബുധനാഴ്ച ചിക്കൻ, ഫ്രൈഡേ മട്ടൺ, പുറത്തിറങ്ങുമ്പോൾ കുറെ ശമ്പളവും ജോലി ചെയ്താല്. ഗോവിന്ദസ്വാമി ഇപ്പോഴും കിടക്കാണ് നമ്മുടെ ടാക്സ് പൈസക്ക്. എന്തായാലും തീർച്ചയായും താങ്കൾ പറയുന്നത് ഈ പറഞ്ഞതുപോലെ താങ്കൾ നിർഭയ കേസ് അടക്കം പരാമർശിച്ചു പോകുമ്പോൾ കുട്ടികളിൽ പലരും അവർക്ക് പ്രായമായിട്ടില്ല എന്ന മട്ടിൽ രക്ഷപ്പെടുന്നുമുണ്ട്. നമുക്ക്